الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അസാധാരണമാം വിധം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൂടുകാലത്തും തണുപ്പുകാലത്തും അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അറബ് സമൂഹത്തിന്, പ്രത്യേകിച്ച് ഖുറൈശികൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ പ്രത്യേകം എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് തണുപ്പും തണലും നൽകി അതിനനുസൃതമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നൽകുകയും അതിലൂടെ ചൂടിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ അല്ലാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏത് കാര്യത്തിലും, ഏത് സന്ദർഭത്തിലും, ഏത് സാഹചര്യത്തിലും വിശ്വാസികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു താപനിലയിലേക്ക് വരാൻ പോവുകയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷകരെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ചൂട് കൂടിയ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്, ചൂടിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അതിൽ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കലും പഠിക്കലും പ്രയോഗവൽക്കരിക്കലും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകളിൽ സൗകര്യവും വെളവും ചൂടുകാലത്ത് അനുവദിച്ചു എന്നതാണ്. ളുഹർ നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ചൂട് കൂടിയാൽ അബ്രിദു അസ്സല, നിസ്കാരം തണുപ്പിക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചൂട് കുറയുന്നത് വരെ ളുഹർ ജമാഅത്ത് വൈകിപ്പിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തത്. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇസ്ലാമിൽ. അതിന്റെ ജമാഅത്ത് നമസ്കാരം വെയിലാറുന്നത് വരെ നീട്ടിവെക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ കഠിന ചൂടുള്ള സമയത്ത് അല്പം നീട്ടിവെക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ആരാധനകൾ ഏറ്റവും അനിവാര്യമാണ് ഇസ്ലാമിൽ. പക്ഷേ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ, ഒരു ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ ആ ആരാധനകൾ എങ്ങനെ നിർവഹിക്കണം എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദുസ് സ്വലാ, ചൂട് കഠിനമായാൽ നമസ്കാരം തണുപ്പിക്കൂ എന്നാണ്. അന്ന് നമ്മുടെ കാലത്ത് ഇപ്പോൾ അബ്രിദുസ് സ്വലാ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. AC ഓൺ ചെയ്താൽ അബ്രിദുസ് സ്വലാ, നിസ്കാരം തണുക്കും. പണ്ടുകാലത്ത് വെയിലൊന്ന് ആറുന്നത് വരെ ക്ഷമിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു. അപ്പൊ ചുട്ട് നിസ്കരിക്കുക, ചൂടോടുകൂടി നിസ്കരിക്കുക എന്നതല്ല, ചൂട് അല്പം ക്ഷമിക്കാൻ കാത്തിരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പറയുന്നത്. ഒരാൾ ചൂട് സഹിച്ച് ഒരു ആരാധന ഒരാൾ എടുത്താലോ, ഇപ്പൊ നോമ്പൊക്കെ ചൂടുകാലത്ത് വരും. ചൂടുകാലത്ത് വന്നാൽ, അങ്ങനെ ചൂടുകാലത്ത് നോമ്പ് പിടിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ സാധാരണ നോമ്പിനേക്കാൾ അതിന് പ്രതിഫലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തു. നോമ്പ് ഏത് കാലത്തായാലും നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചൂടുകാലത്ത് നോമ്പിന് എന്ത് ചെയ്തു? കൂടുതൽ പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഗ്യ സംരക്ഷണത്തിന് ഉഷ്ണകാലത്ത് വലിയ പ്രാധാന്യം നൽകിയെന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബുൽ മാഇ അൽ ബാലിദി അല റഅസ് എന്നാണ്. ചൂട് കൂടുമ്പോൾ വെള്ളം കൊണ്ട് ധാരാളമായി നിങ്ങൾ കുളിക്കുക, സാധാരണ വെള്ളം കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ മുഖവും തലയും കഴുകുക എന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത്, അതികഠിനമായ ജോലിയും കാര്യങ്ങളും വെയിലത്ത് ചെയ്യേണ്ടി വന്നാൽ വെയിൽ ചൂട് കൂടുന്ന സമയത്ത് അല്പം വിശ്രമിക്കുക, മാറി നിൽക്കുക, ഇസ്തിദ്ലാൽ ചെയ്യാൻ. ഇപ്പൊ നമുക്കെല്ലാ സിവിൽ ഡിഫൻസ് ഒക്കെ നൽകുന്ന നിർദ്ദേശം അതാണ്. 11 മണി വരെ മുതൽ 3 മണി വരെ എന്ത് ചെയ്യാൻ പാടില്ല? ജോലി ചെയ്യാൻ പാടില്ല. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അതികഠിന ഉഷ്ണമുള്ള സമയത്ത് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കരുത്, അല്പം നിങ്ങൾ മാറി നിൽക്കണമെന്നാണ്. ഒരു സഹാബി ഏതോ കാര്യത്തിന് നേർച്ച ചെയ്തിട്ട് ആ നേർച്ച എന്താ ചെയ്തത്? വെയിൽ കൊള്ളാനുള്ള നേർച്ചയാണ്. അപ്പോ മസ്ജിദുൻ നബവിയിലടുത്ത് ജുമുഅക്ക് നടക്കുന്ന സമയത്തും അദ്ദേഹം വെയിലത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അദ്ദേഹം വെയിലത്ത് നിൽക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. ഇങ്ങനെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആ സംഭവം പാലിക്കാൻ പാടില്ല എന്ന് പറയുകയും തണലിലേക്ക് മാറി നിൽക്കാൻ അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളെ ശരീരത്തെ ബുദ്ധിമുട്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ അങ്ങനത്തെ നേർച്ച പാടില്ല ഒന്ന്. രണ്ടാമത്തത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന പ്രവൃത്തിയിൽ ഒരാൾ ഏർപ്പെടാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ധാരാളമായി വെള്ളം കുടിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ ധാരാളമായി വെള്ളം കുടിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നല്ല,
ചൂടിനെ പ്രതിരോധിക്കാൻ ഏതൊക്കെ പാനീയങ്ങളാണോ നിങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടില്ല അതൊക്കെ കഴിക്കണം, അത് കുടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേനിൽ വെള്ളം ചേർത്തായിരുന്നു ധാരാളമായി ചൂടുകാലത്ത് കഴിച്ചിരുന്നത് എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആരോഗ്യ സംരക്ഷണമായി നാലാമത്തെ കാര്യം കൈലൂല എന്നതാണ്. ഉച്ചനേരത്ത് അതികഠിന ഉഷ്ണമുള്ള സമയത്ത് അല്പനേരം ഉറങ്ങുക, വിശ്രമിക്കുക. അത് ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള ഒരു കാര്യമാണ്. ദീർഘനേരം വിശ്രമിക്കുന്നതിന് കൈലൂല എന്ന് പറയില്ല, അല്പനേരം വിശ്രമിക്കുക. അത് ളുഹറിന് ശേഷമുള്ള ഇതിനാണ് യഥാർത്ഥത്തിൽ കൈലൂല എന്ന് പറയുക. ഉച്ചയ്ക്ക് ശേഷമുള്ള അല്പനേരമുള്ള ഉറക്കം നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രത്യേകിച്ച് ചൂടുകാലത്ത് അതിൽ പ്രത്യേക പുണ്യമുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അൽ ഇഗ്തിസാലു വത്തയ്യിബ്, സുഗന്ധം ഉപയോഗിക്കുക, ശരീരം ഇടക്കിടക്ക് കഴുകുക എന്ന് പറഞ്ഞാൽ മുഖവും കൈയൊക്കെ കഴുകി തണുപ്പിക്കുക എന്ന് പറയും. തത്വീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകും. ഈ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് ഇറിറ്റേഷൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടുണ്ടാവും. ഇറിറ്റേഷനെ പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം എന്ന് പറയുന്നത്. അപ്പൊ സുഗന്ധം മനുഷ്യൻ എന്ത് ചെയ്യും? റാഹത്ത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദിയ സുഗന്ധമായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. ആ സന്ദർഭത്തിൽ അതൊരു ഇടുങ്ങിയ പള്ളിയാണ്. ആ ഇടുങ്ങിയ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ കട്ടിയുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, വിയർത്തൊലിക്കുന്നുണ്ട്, ചൂടുകാലമാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റുക, സുഗന്ധം ഉപയോഗിക്കുക, ശരീരം തണുപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ കമ്പിളിയുടെ വസ്ത്രങ്ങളായിരുന്നു ചൂടുകാലത്ത് ധരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ധാരാളമായി വിയർത്തൊഴുക്കുകയും അവർക്ക് നമസ്കാരം തന്നെ ഒരു അസഹ്യമായി അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഖിയുൽ മാ, ചൂടുകാലത്ത് എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം നമ്മൾ കുടിക്കുക എന്ന് മാത്രമല്ല, വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. സ്വതക്കയിൽ ഏറ്റവും മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാൻ, നബിയെ, എന്റെ ഉമ്മ മരിച്ച സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിയുൽ മാ, നീ ആൾക്ക് വെള്ളം കൊടുക്കുക, ഒരു കിണർ കുഴിക്കുക, എന്നിട്ട് ഉമ്മയുടെ പേരിൽ ആ കിണർ കുഴിച്ചിട്ട് ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക. അഫ്ളലു സ്വദഖത്തി സഖിയുൽ മാ, ഒരാൾ ചെയ്യുന്ന സ്വതക്കയിൽ ഏറ്റവും നല്ല സ്വതക്ക കുടിവെള്ളം നൽകലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുക. അതുപോലെ തന്നെ കുടിവെള്ളം വിതരണം ചെയ്യുക. വേനൽക്കാലമാണ്, വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുക. പക്ഷികൾ, മൃഗങ്ങൾ, മറ്റു ജീവജാലങ്ങൾ, സസ്യങ്ങൾ എന്നിവക്ക് സഖിയുൽ മാ നൽകുക. അതിലൊക്കെ പുണ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നായക്കൊരാൾ വെള്ളം കൊടുത്തത് കൊണ്ട് അയാളുടെ പാപം അള്ളാഹു പുറത്തു കൊടുത്തു. ഒരു പൂച്ചയെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ അവരെ അള്ളാഹു നരകത്തിലെത്തിച്ചു, അവരെ അള്ളാഹു ശപിച്ചു. ഇങ്ങനെയൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ജീവജാലങ്ങൾക്ക് അന്നവും വെള്ളവും നൽകുന്നത് പുണ്യകരമായ പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, പല ജീവജാലങ്ങളുണ്ട്. നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. പൂച്ച പോലെയുള്ള ജീവികൾ, നമ്മുടെ ഇങ്ങനെ കൂടെ ജീവിക്കുന്ന ജീവികൾ. ഇവരെ പ്രത്യേകം അവരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകൽ ഓരോ വീട്ടുകാരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പൂച്ചയെ ആട്ടരുത്, വെള്ളം കുടിക്കുന്ന പൂച്ചയെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, സസ്യങ്ങൾ, ഉണങ്ങിപ്പോകുന്ന സസ്യങ്ങൾക്കൊക്കെ സഖിയുൽ മാ, അത് ഈ ഉഷ്ണകാലത്ത് പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഇതൊക്കെ അധികവും നമ്മൾ ചെയ്യണ കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു, റിസാലത്തിന്റെ നിർദ്ദേശമാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ ഇതിലൊക്കെ ഉണ്ടാവും, പുണ്യമുണ്ടാവും, നന്മയുണ്ടാവും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ദാഹിച്ച വെള്ളം കുടിക്കും, അതുപോലെ ചൂട് വന്നാൽ ചൂട് തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നടത്തും. അതൊന്നും ഒരു മനുഷ്യനെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും
അത് റിസാലത്തിന് അംഗീകരിക്കലും ആദരിക്കലും ബഹുമാനിക്കലുമാണ്. അത് പുണ്യകരമായ പ്രവൃത്തിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരുത്തിയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പല സീസണിൽ പല വസ്ത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ജുമഅക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രം വേറെ ദിവസം ധരിക്കാറുണ്ടായിരുന്നില്ല. പെരുന്നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ പെരുന്നാളിന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ നബിക്ക് ഒരു വസ്ത്രധാരണത്തിൽ ഒരു ചിട്ടുണ്ട്. ആ ചിട്ടയിൽ വേനൽക്കാലത്ത്, ഉഷ്ണകാലത്ത്, ചൂട് കൂടിയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നേരിയ ലളിതമായ വസ്ത്രങ്ങൾ, കമ്പിളി പോലത്തെ വസ്ത്രങ്ങൾ ഒഴിവാക്കി പരുത്തിയുടെ വസ്ത്രങ്ങൾ ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധരിച്ചിരുന്നു. വസ്ത്രം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ചൊറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കുമ്പോഴാണ്, ഉപ്പിന്റെ അംശം കൂടി വരുമ്പോഴാണ്. ഇതിനൊക്കെ നേരിയ വസ്ത്രങ്ങൾ, നമ്മളെ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഏത് സന്ദർഭവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പ്രത്യേകമായി ഉണർത്തുക, അള്ളാഹുവിലേക്ക് ഈ സന്ദർഭത്തെ ഏറ്റവും കൂടുതൽ അടുക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകാറുള്ളത്. അതിലൊന്ന്, നിങ്ങൾ എത്ര ചൂടുണ്ടെങ്കിലും എത്ര തണുപ്പുണ്ടെങ്കിലും തണുപ്പ് കാലത്തെയും ചൂടുകാലത്തെയും ചീത്ത പറയാതിരിക്കുക, ശപിക്കാതിരിക്കുക. മഴ പെയ്യും, 1-2 ദിവസമൊക്കെ മഴ സന്തോഷം ഉണ്ടാവും, 3-ാമത്തെ ദിവസം മഴ എന്നാൽ നശിച്ച മഴ എന്ന് പറയാതിരിക്കുക. അതുപോലെ കാലവർഷം ചതിച്ചു എന്ന പ്രയോഗങ്ങളൊന്നും നടത്താതിരിക്കുക. കാലം ഒരാളെയും ചതിക്കുകയോ കാലം ഒരാളെയും ദുഷിപ്പിലാക്കുകയോ ചെയ്യില്ല. കാലം അല്ലാഹുവാണ്, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചൂട്ട് വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഫേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാന്നല്ലാതെ ഒരിക്കലും അതിനെ നിങ്ങൾ ചീത്ത പറയുകയോ ശപിക്കുകയോ ചെയ്യുന്ന പ്രവണത ഉണ്ടാകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൂടുകാലത്ത് മാത്രമല്ല ഏത് കാലത്തെയും പാടില്ല എന്നാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നിർദ്ദേശിച്ചത് ബഅ്സ് ആണ്. യഥാർത്ഥത്തിൽ ഒരു പ്രയാസമുള്ള സമയമാണത്, നമുക്ക് ചൂടുണ്ടാവുക എന്ന് പറയുന്നത്. ഏത് കഠിനമായ കാലഘട്ടത്തിലും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർദ്ദേശിച്ച് നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാവുക, അത് കാലാവസ്ഥ കൊണ്ട്, ശാരീരികം കൊണ്ട്, സാമ്പത്തികമായ കാരണങ്ങളെ കൊണ്ട് ഒരു ഇടങ്ങേറുണ്ടാവുന്ന സമയത്ത് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതിൽ ദാനധർമ്മങ്ങൾ എടുത്ത് പറയുന്നത് നമുക്ക് പ്രത്യേകമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏത് പരിതസ്ഥിതിയും ഏത് സാഹചര്യവും എങ്ങനെയാണ് ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഫോക്കസായി നമുക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തബൂക്ക് യുദ്ധവേളയിൽ ഏറ്റവും ചൂടുള്ള കാലത്താണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. നമുക്കറിയാം, ചില ആളുകളൊക്കെ കൃഷി വിളവെടുക്കുന്ന സമയമാണ് ചൂട്. കാരണം അറബി ഈത്തപ്പഴം വിളവെടുക്കുന്ന ഒരു കാലം നമുക്കറിയാം. ഏറ്റവും ചൂട് കൂടുന്ന, ഏറ്റവും ഹ്യൂമിഡിറ്റി ഉള്ളൊരു സന്ദർഭത്തിലാണ് ഈത്തപ്പഴം വിളവെടുക്കുക. അതുകൊണ്ട് എല്ലാവരും ഈത്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുമ്പോഴാണ് മുൻഫിറു, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ചില ആളുകളൊക്കെ നബി പറഞ്ഞത് അതേപടി അനുസരിച്ചുകൊണ്ട് ഈത്തപ്പഴമൊക്കെ വന്നിട്ട് നോക്കാം എന്ന് കരുതി ചില ആളുകൾ ഈത്തപ്പഴം വിളവെടുത്തതിന് ശേഷം അവര് പോയാലും വേഗതയുള്ള കുതിരപ്പുറത്ത് അവരെ പിന്തുടരാം എന്ന് കരുതി അത് വൈകിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ, സംഘത്തിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ചില ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞ് ചൂടുകാലമാണ്, ഈ കാലത്ത് ഒരിക്കലും നിങ്ങൾ യുദ്ധം ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രാ സംഘത്തിൽ ചേരരുത് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികൾ അവരോട് പറഞ്ഞു, വഖാലൂ ലാ തൻഫിറു, അവര് പറയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പുറപ്പെടരുത്, ഫിൽ ഹർരി, ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് മോശമാണ്, അത് വളരെ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. അവൻ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ നാറു ജഹന്നം അശദ്ദു ഹർറ, നരകത്തിന്റെ തീയാണ് ഇതിനേക്കാൾ കഠിനമെന്ന് നീ അവരോട് പറയുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുഷ്ണമെന്ന് പറയുന്നത് നരകത്തിന്റെ തീയിന്റെ ഒരു ഭാഗമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഫൈഹുൽ വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശിദ്ദത്തൽ ഹർ മിൻ ഫൈഹി ജഹന്നം എന്നാണ്. നരകത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അതികഠിനമായ ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നരകച്ചൂടിനെ ഓർമ്മിപ്പിക്കുക എന്നതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അപ്പൊ നരകത്തിൽ നിന്ന് ഈ ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണില്ല, ഒരു 11 മണി മുതൽ 12 മണി വരെയൊക്കെയുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പീക്കായിട്ടുള്ള ഒരു ചൂട് സമയമാണ്. ആ സമയത്ത് വെയിലത്തിറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാൻ അല്ലെങ്കിൽ ഒരു അല്പസമയം അവിടെ വെയിലത്ത് നിൽക്കാൻ പോലും നിങ്ങൾക്ക് കഴിയണില്ല. ഇതിനേക്കാൾ അതികഠിനമാണ് നരകത്തിലെ ചൂട് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നരകച്ചൂടിനെ തടുക്കാനും പ്രതിരോധിക്കാനും ആവശ്യമായ സജ്ജീകരണങ്ങൾ നമ്മൾ നടത്തുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ നരകച്ചൂട് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബത്തിന്റെ ശരീരത്തെയും കാത്തുരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നരകത്തിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. അതുപോലെ നാളെ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സമ്പത്തും ഒരു തരത്തിലുള്ള സന്താനങ്ങളും സമ്പത്തും കൂട്ടുകാരും സൗഹൃദങ്ങളും വലയങ്ങളും ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നഫ്സി നഫ്സി എന്നെല്ലാവരും അലറി വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് കൂട്ടാകുന്ന കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ സ്വന്തം മകൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് കണ്ടാലും കൺമുന്നിൽ വീഴുന്നത് കണ്ടാലും ഒരു ഉമ്മയും പറയില്ല അള്ളാഹു എന്റെ മോൻ വീണല്ലോ അല്ലാ എന്ന് പറയില്ല. കാരണം അവിടെ ഉമ്മല്ല, ഉപ്പല്ല, ബന്ധങ്ങളില്ല. കാരണം ഇവിടെ ഒരു കുട്ടി വെച്ചുകുത്തി വീണാൽ, തടഞ്ഞു വീണാൽ ആ ഉമ്മ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുക്കുകയും ആ കുട്ടിയെ താലോലിക്കുകയും ചെയ്യാറുണ്ട്. എത്ര ദൂരെ നിന്നാണെങ്കിലും ഉമ്മ ഓടിയെത്തും, ഉപ്പ ഓടിയെത്തും. കൺമുന്നിൽ നിന്ന് സ്വന്തം മകൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് കണ്ടാലും എന്റെ മോൻ വീണല്ലോ എന്ന് ഉപ്പയും ഉമ്മയും പറയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അപ്പൊ അതിഭീകരമായൊരു അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് വരാനുണ്ട് എന്ന ബോധത്തിൽ ഏത് പരീക്ഷണത്തെയും ഒരു അനുഗ്രഹമായി ഉപയോഗപ്പെടുത്തുകയും ഇതിനേക്കാൾ വലിയ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കരുതിവെപ്പ് എന്റെ അടുത്തുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നതാണ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പരിതസ്ഥിതിയിലും വിശ്വാസികൾ എടുക്കേണ്ട സമീപനം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുകാലത്ത് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചൂടിനെ ശപിക്കുകയോ ചൂടിനെ ഒരു പ്രയാസമുള്ള കാര്യമായി നമ്മളിങ്ങനെ ശാപവാക്കുകൾ ചൊരിയുകയല്ല. ഇതിനേക്കാൾ വലിയൊരു ചൂട് എനിക്ക് വരാനുണ്ട് എന്ന ബോധ്യത്തിൽ ഒരു ആത്മീയ ബോധ്യം എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം. ആ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നരകത്തിൽ നിന്നും തന്റെയും തന്റെ കുടുംബത്തിന്റെയും ശരീരത്തെ സംരക്ഷിക്കാനുള്ള ജാഗ്രതയുള്ള പ്രവർത്തനങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. പടച്ച തമ്പുരാൻ അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.